ഇംഗ്ലണ്ട് വിൻഡീസ് T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്നലെ അവസാനിച്ചപ്പോൾ വിജയത്തോടെ ഇംഗ്ലണ്ട് പരമ്പരയിൽ 1-0 മുന്നിലേക്കെത്തി. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ T20 ക്യാപ്റ്റനായ ഹാരി ബ്രൂക്കിന്റെ ക്യാപ്റ്റൻസി ഡെബ്യൂ മത്സരമായിരുന്നു ഇത്. സ്ലഗ്ഗിഷ് ആയ ഒരു ട്രാക്ക് മാച്ചിന് ലഭിച്ചപ്പോൾ ബെൻ ഡക്കറ്റ് തുടക്കത്തിലെ പുറത്തായി. എന്നാൽ IPL ഫോം തുടർന്ന ബട്ട്ലർ ജാമി സ്മിത്തിനെ കൂട്ടുപിടിച്ച് പവർ പ്ലേയിൽ ടോട്ടൽ 71-8 എന്ന നിലയിലേക്ക് എത്തിച്ചു. എന്നാൽ പവർ പ്ലേ കഴിഞ്ഞ് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത വിൻഡീസ് ബോളിംഗ് യൂണിറ്റ് സ്കോറിംഗ് റേറ്റ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഇൻടു ദ വിക്കറ്റിലേക്ക് ഓഫ് കട്ടേഴ്സ് ആണ് കൂടുതലായി അവർ ഉപയോഗിച്ചത്. അതോടെ കൃത്യമായ ഗ്യാപ്പിൽ ജാമി സ്മിത്ത്, ഹാരി ബ്രൂക്ക്, ടോം ബാൻഡൻ എന്നിവർ പുറത്തായി. 12 ഓവറിൽ 116-4 എന്ന നിലയിലേക്ക് ഇംഗ്ലണ്ട് വീണു. ഒരു കൊളാപ്സ് വരാനുള്ള ചാൻസ് കൂടുതൽ കണ്ടപ്പോൾ ക്രീസിലെത്തിയ ജേക്കബ് ബദൽ ബട്ട്ലർക്ക് നല്ല സപ്പോർട്ട് കൊടുത്തതോടെ റൺസ് വരാൻ തുടങ്ങി. ബദൽ 23 പന്തിൽ 23 നേടിയപ്പോൾ ബട്ട്ലർ ആയിരുന്നു അറ്റാക്ക് ഏറ്റെടുത്തത്. ഒടുവിൽ 19 ഓവറിൽ 59 പന്തിൽ 96 നേടി ബട്ട്ലർ പുറത്തായപ്പോഴായിരുന്നു ഈ കൂട്ടുകെട്ട് തകർന്നത്. ശേഷം 188-6 എന്ന നിലയിലാണ് ഇംഗ്ലണ്ട് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. പവർ പ്ലേയിൽ കിട്ടിയ സ്റ്റാർട്ട് വെച്ച് 200-ന് മുകളിൽ പോകാതെ ഇംഗ്ലണ്ടിനെ പിടിച്ചു കിട്ടിയത് വിൻഡീസ് ബോളിംഗിന്റെ മികവ് തന്നെയായിരുന്നു. റൊമാരിയോ ഷെപ്പേർഡ് 2 വിക്കറ്റും റസൽ, അൽസാരി ജോസഫ്, റസ്റ്റൻ ചേസ് എന്നിവർ ഓരോ വിക്കറ്റും നേടിയിരുന്നു. മറുപടി ബാറ്റിംഗിലേക്ക് വന്നാൽ പവർ പ്ലേയിൽ ഒരു നല്ല സ്റ്റാർട്ട് കിട്ടിയാൽ മാത്രമേ ഈ ചേസ് നടക്കൂ എന്നത് ഉറപ്പുള്ള കാര്യമായിരുന്നു. എന്നാൽ വിൻഡീസിന് അത് കിട്ടാതെ പോയതോടെ ജേസൺ ചാൾസ്, ഷായ് ഹോപ്പ് എന്നിവർ പവർ പ്ലേയിൽ തന്നെ പുറത്തായി. 44-2 എന്ന നിലയിലായിരുന്നു അവർ. എന്നാൽ എവിൻ ലൂയിസ് പവർ പ്ലേ കഴിഞ്ഞ് അറ്റാക്ക് ഏറ്റെടുത്തപ്പോൾ മാത്യു പോൾസിനെതിരെ 13-ഉം ജേക്കബ് ബദലിനെതിരെ 2 6-ഉം 2 4-ഉം അടിച്ച് 24-ഉം ഒരു ഓവറിൽ നേടി. എന്നാൽ ബദലിന്റെ ഓവറിലെ ലാസ്റ്റ് പന്തിൽ ലൂയിസ് ഔട്ടായത് വിൻഡീസിന്റെ പണിയായി മാറി. 10 ഓവറിൽ 91-3 എന്ന നല്ല സ്കോർ എത്തിച്ചാണ് ലൂയിസ് പുറത്തായത്. എന്നാൽ പിന്നീട് വന്ന ലോവർ ഓർഡറിനെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയതോടെ ചേസ് താളം തെറ്റുകയാണ് ഉണ്ടായത്. എവിൻ ലൂയിസിനെ കൂടാതെ 20 കടന്നത് റസ്റ്റൻ ചേസ് മാത്രമായിരുന്നു. റദർഫോർഡ്, റോമൻ പവൽ, റസൽ, റൊമാരിയോ ഷെപ്പേർഡ്, ജേസൺ ഹോൾഡർ തുടങ്ങിയ ലോവർ ഓർഡർ ഉണ്ടായിരുന്നിട്ടും 91-3 നിന്നും 130-8 എന്ന നിലയിലേക്കാണ് അവരുടെ ബാറ്റിംഗ് പോയത്. ടിപ്പിക്കൽ വിൻഡീസ് ബാറ്റിംഗ്. ഒടുവിൽ മത്സരത്തിൽ 21 റൺസിന് ഇംഗ്ലണ്ട് വിജയിക്കുകയാണ് ഉണ്ടായത്. ലിയാം ഡോസൺ 4 വിക്കറ്റ് നേടി. ഡോസൺ തന്നെയാണ് കളിയിലെ താരവും.